ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആനുവൽ എക്സാമിന് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു 7 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം ഇങ്ങനെയാണ്: അല്പമല്ല ഭുജിക്കുന്നു, കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. നമ്പ്യാരുടെ അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗത്തിലെ വരികളാണ്. നമ്മൾ ആ പാഠഭാഗം അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചല്ലേ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ചോദ്യം എങ്ങനെയാണ് നോക്കൂ: കഴിക്കേണ്ടതിനെ കുറിച്ച് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നാം ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധിയുടെ അഭിപ്രായമാണ് അല്ലെ. വരികളും ഗാന്ധിജിയുടെ ഈ പ്രസ്താവനയും അല്പമല്ല ഭുജിക്കുന്നു എന്ന തുള്ളൽ ഭാഗവും വിശകലനം ചെയ്ത് ഭക്ഷണ സംസ്കാരവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഉപന്യാസം എന്താണ് എന്ന് നമുക്കറിയണം അല്ലെ. പിന്നെ എന്തറിയണം? ഈ വരികളുടെ ആശയം നമുക്കറിയണം അല്ലെ. അതിന് നമ്മൾ പാഠഭാഗം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉപന്യാസം എഴുതുക എന്ന് നമുക്ക് ആദ്യം പഠിച്ചാലോ. ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആകർഷകമായി എഴുതുന്ന ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഉപന്യാസത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. എത്ര ഭാഗങ്ങളാണുള്ളത്? 3 ഭാഗങ്ങളാണുള്ളത്. അതിന് ആദ്യം ആമുഖം എന്ന് പറയും അല്ലെ. എന്ത് വേണം ആദ്യം? ആമുഖം അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ വേണം. രണ്ടാമത് എന്ത് വേണം? പ്രതിപാദ്യം, അതായത് നമ്മളുടെ വിഷയം, ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും അല്ലെ. അതായത് നമ്മുടെ ഭക്ഷണ സംസ്കാരമാണെങ്കിൽ പല രീതിയിൽ എന്ത് ചെയ്യണം? അതിനെ ഖണ്ഡികകൾ, പാരഗ്രാഫ് തിരിച്ചിട്ട് നമ്മൾ ആ വിഷയത്തെ എന്ത് ചെയ്യും? പലതായി തിരിക്കും അല്ലെ. അതിനാണ് പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അല്ലെ. പിന്നെ എന്താണ്? ഉപസംഹാരം. അപ്പോൾ ആമുഖത്തിൽ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപന്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആമുഖം എന്ന് പറയുന്നത് അല്ലെ. ഇൻട്രൊഡക്ഷൻ. ആ ആമുഖത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ വിഷയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്താണ് ഈ വിഷയം അല്ലെ, എന്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്, എന്താണ് ആ വിഷയത്തിന്റെ പ്രാധാന്യം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കേണ്ടത് എവിടെയാണ്? ആമുഖത്തിലാണ് അല്ലെ. പിന്നെ പാഠഭാഗത്തോട് ബന്ധമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ബന്ധമുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്, ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിക്കണം. ലളിതമായ ഭാഷയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത്. അതേപോലെ വിഷയ കേന്ദ്രീകൃതമായിരിക്കും. എപ്പോഴും ഞാനത് മക്കളോട് പറയാറുണ്ട്. പലപ്പോഴും മലയാളമൊക്കെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ പലതായി ഇങ്ങനെ തിരിഞ്ഞ് പല വിഷയങ്ങളിലേക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു? മാറി പോകും നമ്മൾ അല്ലേ. അപ്പം അങ്ങനെ കടന്നു പോവാതെ, കാട് കയറാതെ, എന്താണോ നമ്മളുടെ വിഷയം ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉപന്യാസം തയ്യാറാക്കേണ്ടത് അല്ലേ. പിന്നെ പ്രതിപാദ്യ വിഷയം, ബോഡി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ എഴുതേണ്ടത് വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയിലാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അത് കാര്യകാരണ സഹിതം എന്തൊക്കെയാണ് അതിൽ വരുന്ന മെയിൻ പോയിന്റുകൾ അല്ലെ, അതിൻ്റെ വിഷയം അല്ലെ, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. ഇങ്ങനെ ഖണ്ഡികകൾ, ഖണ്ഡിക എന്ന് പറഞ്ഞാൽ എന്താണ്? പാരഗ്രാഫ് എന്നാണ് ഖണ്ഡികയുടെ അർത്ഥം അല്ലെ. ഇതിപ്പോൾ ഒരു പേജാണ്. നമ്മൾ ഉത്തരം എഴുതണ്ടെങ്കിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ കൊടുക്കുന്നു അല്ലെ. പിന്നെ എന്താണ്? ആ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം അടുത്ത പാരഗ്രാഫ് നമ്മളിതാ ഇങ്ങനെ തുടങ്ങും അല്ലേ. ഒരു പോയിന്റുകൾ എഴുതി കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പാരഗ്രാഫ് കൊടുക്കുന്നു. ഇങ്ങനെ പാരഗ്രാഫുകൾ തിരിച്ചിട്ടാണ്, ഖണ്ഡികകൾ എന്ന് പറയും അല്ലേ, തിരിച്ചിട്ടാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ലാസ്റ്റ് പാരഗ്രാഫ് എന്തായിരിക്കണം? നമ്മളുടെ നിഗമനമായിരിക്കണം. അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ ഈ ഒരു ബോഡി ഓഫ് ഇൻഫർമേഷൻ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രതിപാദ്യ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉദ്ധരണികൾ കൊടുക്കാം, കോട്ട്സ് ഇല്ലേ, അങ്ങനെ കോട്ട്സുകൾ കൊടുക്കാം, വരികൾ കൊടുക്കാം അല്ലെ. ഇതുമായി ബന്ധപ്പെടുന്ന ശൈലികൾ ഉണ്ടെങ്കിൽ അത്, അതിന് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അല്ലേ. ഇനി അവസാനത്തെയാണ് ടീച്ചർ പറഞ്ഞ നിഗമനം എന്ന് പറയുന്നത്. അവസാനത്തെ ഖണ്ഡിക പാരഗ്രാഫിനെയാണ് നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ നിരീക്ഷണം ഇതിനകത്ത് കൊടുക്കാം, അപഗ്രഥനം, നിഗമനം ഒക്കെയാണ് ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫ്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മളത് അവസാനിപ്പിക്കേണ്ടത്. അത് മറ്റുള്ള ആളുകൾക്ക് വായിക്കുന്ന സമയത്ത് പ്രചോദനമാവുന്ന തരത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഉപന്യാസം നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഘടന പാലിക്കണം. ഖണ്ഡികാകരണം, പാരഗ്രാഫ് തിരിച്ചിട്ട് നമ്മൾ ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതേപോലെ എന്താണ്? ശക്തവും ലളിതവുമായിട്ടുള്ള ഭാഷയിൽ നല്ല കൈയക്ഷരത്തിൽ വൃത്തിയിൽ വായിച്ചാൽ മനസ്സിലാവുന്ന പോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അടുത്ത വർഷം നമ്മൾ ഏത് ക്ലാസ്സിലാണ്? നമ്മൾ 10ാം ക്ലാസ്സിലാണ് അല്ലേ. അടുത്ത SSLC പരീക്ഷ, ആദ്യത്തെ പൊതുപരീക്ഷ എഴുതാൻ പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇപ്പോഴേ അത് എഴുതി ശീലിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ഭാഷാപരമായിട്ടുള്ള ഭംഗി, ഉചിതമായ പദങ്ങൾ, വിഷയാധിഷ്ഠിതമായിരിക്കണം. ടീച്ചർ പറഞ്ഞതുപോലെ വേറെ വഴിയിലേക്കൊന്നും നമ്മൾ വ്യതിചലിച്ച് പോകരുത്. എന്താണോ വിഷയം അതിനനുസരിച്ച് നമ്മൾ എഴുതണം. പിന്നെ ഉദാഹരണ സഹിതം
അധികം വിശകലനം ചെയ്യണം, വിഷയ കേന്ദ്രീകൃതമായിരിക്കണം, സ്വന്തം അഭിപ്രായം എന്ത് ചെയ്യണം, നമ്മൾ പാലിക്കണം അല്ലേ. അപ്പോൾ ഉചിതമായ ഭാഷയിൽ ഉപന്യാസത്തിന്റെ ഘടന പാലിച്ചുകൊണ്ട് ഉചിതമായിട്ടുള്ള തലക്കെട്ട് കൊടുക്കണേ. തലക്കെട്ട് കൊടുത്ത് അതുപോലെ ഗാന്ധിജിയുടെ വാക്കുകളെ, അതായത് നമ്മൾ ചോദ്യം അങ്ങനെയായിരുന്നു അല്ലേ, ചോദ്യം ഓർമ്മയില്ലേ, ഗാന്ധിജിയുടെ വാക്കുകളെ എന്ത് ചെയ്യണം, വാക്കുകളെ അല്ലേ കോട്ട് ചെയ്തുകൊണ്ട് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉത്തരം എഴുതേണ്ടത്. പിന്നെ അതുമായി ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഭക്ഷണങ്ങൾ അല്ലേ, ആഗോള മാർക്കറ്റിൽ വിപുലമായി നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന ഭക്ഷണങ്ങൾ, പരസ്യ ചിത്രങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു പാഠവുമായി ബന്ധപ്പെട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ കുറിച്ച്, നമ്മളുടെ മെഡിക്കൽ അല്ലെ മേഖലയിൽ എന്താണ് രോഗികളെ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച്, അതൊരു വ്യവസായമായി മാറുന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് സൂചിപ്പിക്കാം. സമകാലിക പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഉപന്യാസം എപ്പോഴും അങ്ങനെയാണ്, ഏറ്റവും സമകാലികമായ പ്രാധാന്യമുള്ള വിഷയങ്ങളെയാണ് ഉപന്യാസത്തിന് ചോദിക്കുക. അപ്പം നമ്മളെ ചുറ്റുപാടും നടക്കുന്ന അത്തരം വിഷയങ്ങൾ, അത്തരം മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഈ ഭക്ഷണം അല്ലെ രോഗികളാക്കുന്നതിനെ കുറിച്ച്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഡീറ്റെയിലായിട്ട് നമുക്ക് ഉപന്യാസത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ആനുവൽ എക്സാമിന് എന്ത് ചെയ്യുക, 7 മാർക്കിൻ്റെ എസ്സേ ചോദ്യങ്ങളായിട്ട്, ചിലപ്പോൾ ഉപന്യാസമായിരിക്കാം, മുഖപ്രസംഗമായിരിക്കാം, അങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ അല്ലെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ഉപന്യാസം പോലെ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മക്കൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് അല്ലേ പഠിച്ചു തുടങ്ങണം. റിവിഷനൊക്കെ തുടങ്ങേണ്ട സമയമായി, അപ്പോൾ സമയം ഇനി കളയരുത്, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.